നമസ്കാരം. ഞാൻ ഡോക്ടർ ദുഷാരാജ് ഫ്രം ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, കോഴിക്കോട്. സോറിയാസിസ് വെറും ഒരു ചർമ്മരോഗം മാത്രമല്ല, ആത്മവിശ്വാസത്തിനെയും ദൈനംദിന ജീവിതത്തെയും ബാധിക്കുന്ന ഈ അസുഖത്തെക്കുറിച്ച് കൂടുതലായി പറയാനായി ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഡോക്ടർ മൻസൂർ എൻ സാറാണ്. ഹലോ സർ. സർ ഇസ് എ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെപ്പറേറ്ററി, ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജ്, കോഴിക്കോട്. സർ, പൊതുവെ സ്ത്രീകളെയും പുരുഷന്മാരെയും അതുപോലെ ബാധിക്കുന്ന ഈ അസുഖമാണല്ലോ സോറിയാസിസ്. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാർക്കും അറിയുക. എന്താണ് സോറിയാസിസ്? സോറിയാസിസ് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെ? വളരെയധികം രോഗികൾ ബുദ്ധിമുട്ടുന്ന ഒരു അസുഖമാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ടെസ്റ്റുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് രോഗിയെ കണ്ടാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഒരു രോഗമാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. വെള്ള നിറത്തിലുള്ള അല്ലെങ്കിൽ വെള്ളി നിറത്തിലുള്ള ശൽക്കന്ന് സ്കെയിൽസ് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വരും. ഇതാദ്യം കാണുന്നത് നമ്മുടെ കാൽമുട്ടുകളിൽ, കൈന്റെ മുട്ടുകളിൽ, നമ്മുടെ പിൻഭാഗത്തായിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതിനുശേഷം അത് നമ്മുടെ നഖത്തിൽ വരും. നഖത്തിൽ ചെറിയ കുഴികൾ വന്നിട്ടാണ് ഇത് നഖത്തിൽ തുടങ്ങുന്നത്. അതിനുശേഷം നഖത്തിന്റെ കളർ മാറുന്നു, ഇതിന്റെ ഷേപ്പ് തന്നെ മാറി തിരിച്ചാണ്. പിന്നെ കുറെ കാലം ഇങ്ങനെ സോറിയാസിന്റെ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ രോഗികൾക്ക് ജോയിന്റുകളിൽ വേദന വരാൻ തുടങ്ങും. നമ്മൾ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്നാണ് അതിനെ പറയുക. ഇത് കുറച്ച് കാലത്തിന് ശേഷമേ വരുള്ളൂ. ഇത് സാധാരണ എന്തുകൊണ്ട് സോറിയാസിസ് വരുന്നു എന്നുള്ളത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേക കാരണങ്ങളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. എങ്കിലും ഇതിന്റെ പത്തോളജി അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഇവിടെ നടക്കുന്നത് എന്താന്ന് വെച്ചാൽ, സാധാരണ നമ്മുടെ എല്ലാവരുടെയും തൊലി 28 ദിവസം കൂടുമ്പോൾ അത് മാറി വരുന്നത്. പക്ഷേ ഈ സോറിയാസിസ് എന്ന രോഗം ബാധിച്ച വ്യക്തിക്ക് അത് 4-5 ദിവസം കൂടുമ്പോൾ തൊലി മാറി വരും. അതുകൊണ്ടാണ് ഇത് ശൽക്കങ്ങളായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഇതിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട്. ഇതൊരു പകരുന്ന രോഗമാണ് എന്നൊക്കെയാണ് പറയാറ്. സാധാരണ ഇത് ഒരിക്കലും യാതൊരു കാരണവശാലും ഇത് പകരുന്ന ഒരു രോഗമല്ല. അതേപോലെ തന്നെ പാരമ്പര്യമായിട്ട് വളരെ അപൂർവമായിട്ട് മാത്രമേ പാരമ്പര്യമായിട്ടൊക്കെ ഈ രോഗം കണ്ടുവരാം. ഇത് വരാതെ നോക്കുക എന്നുള്ളതൊന്നുമില്ല. വന്നു കഴിഞ്ഞാൽ കുറച്ച് തുടർച്ചയായിട്ട് ചികിത്സ വേണ്ട ഒരു അസുഖം മാത്രമാണ്. അസുഖം മാറാ രോഗമായിട്ട് ഇതിന് ഒരിക്കലും നമ്മൾ കാണേണ്ടത് ആവശ്യമില്ല. ഇതര വൈദ്യശാസ്ത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോമിയോപ്പതിയിൽ പറയപ്പെടുന്ന നല്ല സാധ്യതകളുള്ള ഒരുപാട് രോഗികൾക്ക് ശമനം നൽകാൻ പറ്റിയിട്ടുള്ള ഒരു മേഖലയാണ് സോറിയാസിസ്. ഈ ചില പേഷ്യൻസ് പറയുന്നത് കേൾക്കാം, ഞാൻ മരുന്ന് കഴിച്ചിട്ട് കുറച്ചു കാലത്തേക്ക് എനിക്ക് സുഖങ്ങളൊന്നും ഉണ്ടായില്ല, പിന്നെ ഇതേമാതിരി വന്നു എന്നൊക്കെ. അപ്പൊ ശരിക്കും അങ്ങനെ ഒരു സ്വഭാവം ഈ സോറിയാസിസ് എന്നുള്ള അസുഖം കാണിക്കുന്നത് എന്തുകൊണ്ടായി? തീർച്ചയായിട്ടും ഈ സോറിയാസിസിന്റെ ഒരു പ്രത്യേകത, അത് മരുന്ന് കഴിച്ചാൽ അപ്പോൾ അത് മാറിയെങ്കിലും പിന്നെ ഒരു തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ലാത്ത മാനസിക സംഘർഷം വന്നു കഴിഞ്ഞാൽ, കൂടുതലായിട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊന്നും ഒരു ക്രമീകരണമില്ലാത്തൊരവസ്ഥ വരുമ്പോൾ പിന്നെയും വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ്. പക്ഷെ തുടർച്ചയായിട്ട് നമ്മൾ കുറച്ചു കാലം മരുന്ന് കഴിച്ചാൽ പൂർണ്ണമായി മാറുന്ന ഒരു അസുഖം കൂടിയാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. പലപ്പോഴും രോഗികളെ ആദ്യം ഒരു കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ചാഴ്ചകളെ ട്രീറ്റ്മെന്റ് എടുത്ത് അസുഖം ഭേദമായി കഴിഞ്ഞാൽ പിന്നെ അവര് ഭക്ഷണശീലങ്ങളൊക്കെ തെറ്റിച്ചു കളയും. സോറിയാസിസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഭക്ഷണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാം. പുകവലി, അതേപോലെ മദ്യപാനം എന്നിവ പാടില്ല. അതേപോലെ നമ്മുടെ ഷെല്ലിൻ്റെ ഉള്ളിലുള്ള മത്സ്യങ്ങളില്ല, ചെമ്മീന്, കടുക്ക, കൂന്തൽ, എരുന്ത്, ഇങ്ങനെയുള്ള ഷെൽ ഐറ്റംസ് ഒന്നും നമ്മൾ കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകത, നമ്മൾ മത്സ്യമാംസാദികൾ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ തൈര്, മോര്, സംഭാരം ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുന്നത് കാണാറ്. സോറിയാസിസിലെ രോഗികൾ അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പം ഭക്ഷണ ക്രമീകരണം വേണം. പിന്നെ മാനസിക സംഘർഷം ഒരു ഫാക്ടറാണ്. കുടുംബത്തിൽ ആരുടെങ്കിലും ഒക്കെ ഒരു മരണം അല്ലെങ്കിൽ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ അസുഖം പിന്നെയും കൂടുതലാവുന്നത് കണ്ടുവരാണ്. അപ്പോൾ ചിട്ടയായിട്ടുള്ള ഒരു ജീവിതം, ഒരു ഭക്ഷണക്രമം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് തുടർച്ചയായിട്ട് ചികിത്സ വേണം. മറ്റു അസുഖങ്ങളെ പോലെ, സാധാരണ ത്വക്ക് രോഗങ്ങളെ പോലെ വളരെ കുറഞ്ഞ കാലഘട്ടം കൊണ്ട് മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമല്ല സോറിയാസിസ് എന്ന് പറയുന്നത്. അപ്പൊ അത് രോഗികളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് തുടരണം. മരുന്ന് നിർത്തിയാലും ഒരു 2 വർഷം വരെ ഈ അസുഖം വന്നിട്ടില്ലെങ്കിൽ സോറിയാസിസ് മുഴുവനായിട്ട് മാറി എന്ന് നമുക്ക് പറയാം. ഇപ്പൊ നിസാർ പറഞ്ഞല്ലോ, ഇത് പൊക്കിയെടുക്കുന്ന കൈയും കാൽമുട്ട് പറങ്ങുകയൊക്കെ തലയിലും വരാൻ സാധ്യതയല്ലേ സാർ? തീർച്ചയായും. അപ്പൊ അങ്ങനെ ഒരുപക്ഷെ ഈ സോറിയാസിസിനെക്കാളും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡാൻഡ്രഫും സോറിയാസിസും ഒന്നാണോ, അതോ ഈ ഡാൻഡ്രഫ് ഉള്ള ഒരു വ്യക്തിക്ക് സോറിയാസിസ് വരാനുള്ള സാധ്യത എന്താ? അങ്ങനെ
ഇത് സമൂഹത്തിൽ ഇതിനെപ്പറ്റിയും ജനങ്ങൾക്കിടയിൽ ഒരു തെറ്റായ ധാരണയുണ്ട്. ഈ ഡാൻഡ്രഫ് അഥവാ താരൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു പകരുന്ന അസുഖമാണ്, ഒരു ഫംഗസ് രോഗമാണ്. ഒരു ഫംഗസ് ഉണ്ടാക്കുന്ന ഒരു രോഗം മാത്രമാണ്. സോറിയാസിസിന് പക്ഷെ ഒരിക്കലും പകരൂല, അതിൽ ഫംഗസ് ഒന്നുമില്ല എന്നതാണ്. ഈ സോറിയാസിസ് നമുക്ക് തലയിലും വരും. അത് സോറിയാസിസ് ഓഫ് ദി സ്കാൽപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെ അതിൽ കൊടുത്തിട്ട്. താരൻ ഈ സോറിയാറ്റിക് ടൈപ്പ് ഓഫ് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതും ഒരു ഫംഗസ് രോഗബാധയല്ല, സോറിയാസിസ് തലയിൽ വരുന്നത് കൊണ്ടാണ്. അപ്പൊ താരനും സോറിയാസിസും രണ്ടും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള സംഭവങ്ങൾക്കെത്തിയാണ്. ഈ നമ്മൾ ഈ കുറഞ്ഞ കാലിന്റെ രീതിയിൽ മാത്രമേ സോറിയാസിസ് ഒരു വ്യക്തിയെ എഫക്ട് ചെയ്യുള്ളൂ, അതോ ഉള്ളിലേക്ക്, അതായത് ആന്തരികങ്ങളെയും അഫക്ട് ചെയ്യാനുള്ള സാധ്യത? സാധാരണഗതിയിൽ ഇത് തൊലിപ്പുറമെ മാത്രം കാണുന്ന ഒരു അസുഖമാണ്. പിന്നെ ഇത് ബാധിക്കുന്നത് നമ്മുടെ ജോയിന്റുകളെ ബാധിക്കും. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അത് മാറാത്ത രീതിയിൽ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ അഗ്രവേറ്റ് ചെയ്തിരുന്ന കണ്ടീഷനിലൊക്കെ കുറച്ച് കാലങ്ങൾ തുടർച്ചയായി രോഗികൾ ശരിയായിട്ടുള്ള ചികിത്സകൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ജോയിന്റുകളെ ബാധിക്കും. അല്ലാതെ നമ്മുടെ മറ്റു അസുഖങ്ങൾ ബാധിക്കുന്ന പോലെ ഹാർട്ട്, ലിവർ, കിഡ്നി അങ്ങനെയൊന്നും ബാധിക്കുമെന്നുള്ളത് പറ്റിയിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ ജോയിന്റ്സിനെ അത് ബാധിക്കും. സോറിയാറ്റിക് ആർത്തറോപ്പതി എന്നാണ് അതിന് പറയാ. സാർ പറഞ്ഞല്ലോ സ്ട്രെസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്, അഥവാ മാനസിക സംരക്ഷിതൊക്കെ പറയും. ഇത് സമൂഹത്തിൽ ഇതിനുള്ള റോൾ എന്താണ്? പൊതുവെ ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഈ സമൂഹത്തിൽ നിന്ന് കിട്ടുന്നതോ ബ്രോങ്കിനെ ബാധിക്കുമോ? തീർച്ചയായിട്ടും അതില് ഇത് സമൂഹം വിചാരിക്കുന്നത് ഇതൊരു മാറാ രോഗമാണ് എന്നൊരു സ്റ്റിഗ്മ സമൂഹത്തിലുണ്ട്. അതേപോലെ ഇത് പകർച്ചവ്യാധിയാണ് എന്നൊരു തെറ്റായ ധാരണയാണ്. അതേപോലെ തന്നെ ഇത് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു രോഗമാണെന്നും സമൂഹത്തിലൊരു ധാരണയാണ്. ആ മൂന്ന് ധാരണ നമ്മൾ തിരുത്തണം. ഇതൊരു പാരമ്പര്യ രോഗമല്ല, ഒരു മാറാ രോഗമല്ല, അതേപോലെ തന്നെ ഇത് പകരുന്ന ഒരു രോഗവുമല്ല എന്നത്. അപ്പൊ അതുകൊണ്ടാണ് സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ടാകുമ്പോഴേക്കും ആൾക്കാർക്ക് വല്ലാണ്ട് മാനസിക സംഘർഷം വരാനുള്ള ഒരു കാരണം അതാണ്. ഹോമിയോപ്പതിയിൽ അതിന് വളരെ ഫലപ്രദമായ ചികിത്സയുണ്ട്. ഈ മാനസിക സംഘർഷം, ഈ അസുഖം മാറാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഒരു മാറാ രോഗമായിട്ട് ഹോമിയോപ്പതി വൈദ്യശാസ്ത്രം സോറിയാസിസിനെ കാണുന്നത്. സാറിന്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഹോമിയോപ്പതിയിൽ ഇത് ചികിത്സിച്ച് മാറിയതിന്റെ ഒരു ഷെയർ ചെയ്യാം? ഇവിടെ ഇപ്പൊ നമ്മുടെ ഒ പിയിലാണെങ്കിലും ഐ പിയിലാണെങ്കിലും എത്രയോ വർഷങ്ങളായി നമ്മൾ സോറിയാസിസിന് വളരെ ഫലപ്രദമായ ചികിത്സകൾ, അതും വർഷങ്ങളോളം ഇതര വൈദ്യശാസ്ത്ര ചികിത്സകൾ നടത്തി അത് പരാജയപ്പെട്ട കേസുകളിലാണ് ഹോമിയോപ്പതിയിൽ നല്ല റിസൾട്ട്. അപ്പൊ അതിന്റെ ഒരു തീവ്രത ഉള്ള സമയത്താണ് നമ്മൾ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞാൽ രോഗികൾക്ക് വീട്ടിൽ പോയിട്ട് അവരുടെ സാധാരണ ജീവിതം അവർക്ക് തുടരാവുന്നതാണ്. പക്ഷെ കുറച്ച് കാലം, അധികം കാലം മരുന്ന് കഴിക്കണം, എങ്കിൽ മാത്രമേ അത് സോറിയാസിസ് പൂർണ്ണമായി മാറുകയുള്ളൂ. മാറിയെന്ന് നമുക്ക് പറയാനും തക്കത്. ഈ ഇപ്പൊ സാർ പറഞ്ഞപ്പോഴാണ് പൊതുവെ ഒട്ടുമിക്ക ആൾക്കാർക്കുള്ള ഒരു ധാരണയാണ് ഹോമിയോപ്പതിയിൽ മരുന്ന് കഴിച്ചാൽ മാറാൻ കുറച്ച് സമയം എടുക്കും മറ്റുള്ള ചികിത്സാ രീതികളെ അപേക്ഷിച്ച് നിന്നുള്ളത്. ഇതിന് ശരിക്കും വസ്തുതയുണ്ടോ, അതോ നമുക്ക് എത്ര കാലയളവ് കൊണ്ട് സോറിയാസിസ് ഇന്നോ മാറ്റിയെടുക്കാൻ കഴിയും? ഈ ഹോമിയോപ്പതി മരുന്നുകള് സാവധാനത്തിലെ ഫലം ചെയ്യും എന്നുള്ളത് സമൂഹത്തിന് തെറ്റായ ഒരു ധാരണ. പണ്ട് കാലഘട്ടത്തിൽ വളരെ കുറഞ്ഞ മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ഉണ്ടായിരുന്നു. ഏകദേശം 3500ഓളം മരുന്നുകൾ ഇന്ന് ഹോമിയോപ്പതിയിൽ നിലവിലുണ്ട്. അതിൽ തന്നെ 150ഓളം മരുന്നുകൾ സോറിയാസിസിന് മാത്രമായിട്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. ഒരുപാട് ഗവേഷണങ്ങൾ നടന്നിട്ടുള്ള ഒരു മേഖലയാണ് ഹോമിയോപ്പതിയും സോറിയാസിസും. ധാരാളം പിയർ റിവ്യൂഡ് ഇൻഡെക്സ്ഡ് ജേർണൽസുകളിൽ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റ്സ് സോറിയാസിസ് ആൻഡ് ഹോമിയോപ്പതി റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യാറുണ്ട്, കണ്ടുപിടിക്കാം. അപ്പൊ ഒരു മാറാ രോഗമൊന്നുമല്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ത്വക്ക് രോഗങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചധികം സമയം എടുക്കും ഇത് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. ഈ പൊതുവെ ഈ ത്വക്ക് രോഗങ്ങളുള്ള പേഷ്യൻസ് പൊതുവെ കണ്ടിട്ടുള്ളത് കുളിച്ചു കഴിഞ്ഞാൽ നല്ലോണം പൊരിച്ച് കഴുകുക, ആ സ്ഥലം കുറച്ചുകൂടി പൊരിച്ച് കഴുകുക, ഒന്നെങ്കിൽ കുറ്റപാടി ലോഷനൊക്കെ പുലത്തുക, അങ്ങനെയാണ്. ഇത് സോറിയാസിസ് എന്നുള്ളൊരു അസുഖത്തിന് ശമനം ഉണ്ടാക്കാൻ ഇത്രമാത്രം ഉപയോഗപ്രദമാണോ? അത് നമ്മൾ ചെയ്യുന്ന ഒരു തെറ്റായ ധാരണ. ഒരിക്കലും ഈ സോറിയാസിസ് വന്നിട്ടുള്ള ആ ശൽക്കങ്ങൾ നമ്മൾ പൊളിച്ചെടുക്കാൻ പാടില്ല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് പൊളിച്ചു പോകുന്നത് പോട്ടെ, പൊളിച്ചെടുത്ത് കഴിയുമ്പോൾ അതിൽ ബ്ലഡ് വരും, അവിടെ പിന്നെ ഒരു അടയാളം വരികയും ചെയ്യാണ്. പിന്നെ ലേപനങ്ങൾ പുരട്ടുന്നതിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിന്റെ ഡ്രൈനസ്, സ്കിന്നിന്റെ ഡ്രൈനസ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ലേപനങ്ങൾ പുരട്ടുന്നത് മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ കെമിക്കലുകളൊന്നും ഇല്ലാത്ത, മരുന്നിന്റെ അംശമൊന്നും ഇല്ലാത്ത പെട്രോളിയം ജെല്ലി, അല്ലെങ്കിൽ സാധാരണ ഏറ്റവും ഫലപ്രദമായി നമ്മൾ കണ്ടുവരുന്നത് ഈ തേങ്ങ വേവിച്ചിട്ട് ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണ ഇതിന്റെ സ്കിന്നിന് ഡ്രൈനസ് പോകാൻ വളരെ നല്ലതാണ്. അപ്പോൾ കെമിക്കലുകൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കണ്ടൻസ് ഒന്നും ഇല്ലാത്ത എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസേഴ്സ് രോഗികൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. അത് അതിന്റെ ആ ഒരു ഡ്രൈനസ് കുറയ്ക്കാൻ മാത്രമാണ്.
പുറമെ പുരട്ടുന്ന ഒരു ലേപനങ്ങൾ കൊണ്ടും സോറിയാസിസ് പൂർണ്ണമായിട്ടും മാറുകയില്ല. പൊതുവെ ഇപ്പൊ സാർ പറഞ്ഞല്ലോ ഈ ഭക്ഷണ ആഹാരങ്ങൾ കാരണം ട്രിഗറിങ് ഫാക്ടേഴ്സ് ആയിട്ടൊക്കെ ആക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് ശരിക്കും ഒരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി രോഗമെന്ന് നമുക്ക് ഒരിക്കലും തന്നെ പറയാൻ പറ്റില്ല. പക്ഷെ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചിട്ടകൾ വേണം. ഇപ്പോ ധാരാളം വെള്ളം കുടിക്കണം, അതേപോലെ യോഗ അല്ലെങ്കിൽ മനസ്സിന് സംതൃപ്തി കിട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം. അതേപോലെ മത്സ്യം കഴിക്കാം. പക്ഷേ ഈ ഒമേഗ ഫാറ്റി ആസിഡ്സിൽ മത്തി പോലെയുള്ള ചില മത്സ്യങ്ങളാണ് നല്ലത്. അയില എന്ന് പറഞ്ഞ മത്സ്യം കഴിച്ചാൽ ഈ അസുഖം കൂടുതലായി കണ്ടുവരും. അതേപോലെ സമൂഹത്തിലുള്ള ഒരു തെറ്റായ ഒരു ധാരണയാണ് ഈ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഒന്നും കഴിക്കാൻ പാടില്ല സോറിയാസിസ് വന്നാൽ. അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മൾ അടുത്തടുത്ത ദിവസങ്ങളിൽ, അതായത് ഇന്നിപ്പോ ചിക്കൻ കഴിച്ച് നാളെ ബീഫ് കഴിച്ച് മട്ടൺ കഴിച്ച് ആ രീതിയിൽ പോകാതെ ഇടവിട്ട ദിവസങ്ങളിൽ അവർക്ക് നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാം. പിന്നെ ഓരോ രോഗികൾക്കും അവരുടെ ശരീരം സ്വീകരിക്കുന്ന ഭക്ഷണങ്ങൾ വ്യത്യസ്തമാണ്. ഒരു അസുഖത്തിന് ഇന്ന ഭക്ഷണമേ കഴിക്കാവൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ആ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത അസുഖത്തിന് അസുഖം കൂടാത്ത രീതിയിലുള്ള മരുന്നുകളും ഭക്ഷണങ്ങളും പദാർത്ഥങ്ങളൊക്കെ അവർക്ക് കഴിക്കാം. ഒരു ജീവിതശൈലി രോഗമൊന്നുമല്ല. പക്ഷെ ജീവിതത്തിൽ കുറച്ച് അടുക്കും ചിട്ട ഉണ്ടായി കഴിഞ്ഞാൽ ഈ അസുഖം വന്നവർക്ക് അസുഖം പെട്ടെന്ന് മാറിക്കിട്ടും. ഇടയ്ക്കിടയ്ക്ക് ട്രിഗർ ചെയ്തു വരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് അസുഖം കൂടി വരുന്ന ഒരു അവസ്ഥ സംജാതമാവുന്നത് നമുക്ക് ഒഴിവാക്കാം. അത് അവരുടെ ഒരു ട്രിഗറിങ് ഫാക്ടർ ആണ്. ഒരു വ്യക്തിക്ക് ഇങ്ങനെ മനസ്സിലാക്കുക സോറിയാസിസ് ഉള്ള വ്യക്തിക്ക് അതാണ് അവരുടെ ട്രിഗർ, അതായത് ഒഴിവാക്കണമല്ലോ. ട്രിഗർ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒഴിവാക്കണം എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇതാണ് എന്റെ ഘടകങ്ങൾ, ഏറ്റവും അസുഖം കൂടാനുള്ള ഘടകങ്ങൾ എന്ന ഒരു നെസ്റ്റിനെ ഒഴിവാക്കും. സാധാരണഗതിയിൽ ചികിത്സിക്കുന്ന ഡോക്ടർ തന്നെ ഇന്ന ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ അസുഖം കൂടാൻ സാധ്യതയുണ്ട് എന്ന് അവരോട് പറയാറ്. അതിന്റെ പുറമെ ഏതെങ്കിലും പ്രത്യേക ഭക്ഷണം കഴിച്ചിട്ട് അസുഖം കൂടുന്നതായിട്ട് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അതായത് കൂടുതലായിട്ട് ചൊറിച്ചിൽ വരിക, അല്ലെങ്കിൽ തൊലിപ്പുറമെ കൂടുതൽ ശൽക്കങ്ങൾ വരിക, അല്ലെങ്കിൽ നീറ്റൽ അനുഭവപ്പെടുക, വേദന ഉണ്ടാവുക, അങ്ങനെയുള്ള ഏതെങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് അത് ആ വ്യക്തിയിൽ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം അവർ ഒഴിവാക്കുന്നതാണ് അസുഖം പെട്ടെന്ന് ഭേദമാവാൻ നല്ലത്. പിന്നെ അസുഖം മാറിക്കഴിഞ്ഞാൽ ഈ പത്യങ്ങളുടെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഈ പറഞ്ഞ മത്സ്യമാംസാദികളൊക്കെ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. അതാണ് ഹോമിയോപ്പതി ചികിത്സയുടെ ഒരു പ്രത്യേകത. അപ്പൊ നമ്മൾക്ക് ആ ഒരു അസുഖം വന്നു കഴിഞ്ഞ ഒരു ഭക്ഷണക്രമം ഡോക്ടർ പറഞ്ഞു അസുഖം മാറിക്കഴിഞ്ഞാല് പിന്നെയും ആ ഭക്ഷണക്രമം നമ്മുടെ ജീവിതകാലം മുഴുവൻ തുടരേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഈ ശൈത്യങ്ങളായിട്ട് മാത്രമേ കാണത്തുള്ളൂ ഈ സോറിയാസിസ്? ഇപ്പൊ വേറെ എന്തെങ്കിലും രീതികളിൽ അഫക്റ്റ് ചെയ്യണം? ഇതിന്റെ കൂടുതലായും കാണപ്പെടുന്നത് വെള്ളി നിറത്തിലുള്ള അല്ലെങ്കിൽ വെള്ള നിറത്തിലുള്ള പൗഡർ ഫോമിലുള്ള ശൽക്കങ്ങളാണ് കാണുക. നേരത്തെ പറഞ്ഞ പോലെ അത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. അതിന്റെ പൊളിഞ്ഞുകൊണ്ടേയിരിക്കും. രോഗികൾക്ക് അത് പൊളിച്ചെടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് അതില്. പിന്നെ ഈ സോറിയാസിസിന് മറ്റു അസുഖങ്ങൾ പോലെ അത്ര കൂടുതൽ ചൊറിച്ചില് എല്ലാ രോഗികളിലും കാണപ്പെടാറില്ല. ചില രോഗികൾക്ക് മാത്രമേ ചൊറിച്ചിൽ ഉണ്ടാവുക. പക്ഷെ അതിൽ നിന്ന് തന്നെ നമുക്ക് മറ്റു അസുഖങ്ങളായിട്ടുള്ള എക്സിമ അല്ലെങ്കിൽ പംഫിക്കസ് പോലുള്ള അസുഖങ്ങളിൽ നിന്ന് പെട്ടെന്ന് ഇതിനെ തിരിച്ചറിയാനുള്ള ശൽക്കങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ശരീരത്ത് പഴുമ്പോ അങ്ങനെ മറ്റും വരാനുള്ള സാധ്യതയോ? തീർച്ചയായും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ രോഗിക്ക് പനി വരാനും അത് അസുഖം കൂടുതലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എപ്പോഴും വളരെ വൃത്തിയായിട്ട് വെക്കണം ആ ഒരു പ്രദേശം. അസുഖം ഏത് ഭാഗത്താണോ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ വൃത്തിയായിട്ട് വെക്കണം. അത് ശൽക്കങ്ങൾ പൊളിച്ചെടുത്ത് കൂടുതൽ മുറിവുണ്ടാക്കുകയും നമ്മൾ ചെയ്യാൻ പാടില്ല. സർ, അവസാനമായി അപ്പോൾ ഈ സോറിയാസിസ് പ്രകടനങ്ങളുടെ രോഗികൾക്ക് വേണ്ടി ജീവിതശൈലിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ അല്ലെങ്കിൽ അവരെ പാലിക്കേണ്ടതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ സാധാരണ? ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഹോമിയോപ്പതിയില് നല്ല ചികിത്സയുള്ള ഫലപ്രദമായ ചികിത്സയുള്ള ഒരു അസുഖമാണ്. അപ്പൊ അതിന്റെ കൂടെ മാനസിക സംഘർഷങ്ങള് ലഘൂകരിക്കുന്ന ഒരു സംവിധാനം ആ രോഗിയുടെ വീട്ടിലുണ്ടാവുകയും പാടും. നിരന്തരമായിട്ട് വഴക്കും വെക്കാനൊക്കെ ഉള്ള ഒരു വീടാകുമ്പോൾ മാനസിക സംഘർഷങ്ങൾ കൂടും. അത് രോഗിയുടെ ബന്ധുക്കളും കൂടെ അക്കാര്യത്തിൽ ശ്രദ്ധിക്കണം. അതിന്റെ കൂടെ വളരെ കുറച്ച് ഭക്ഷണങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതിൽ ഒരു ചിട്ടയും അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മിക്കവാറും രോഗികളിലെല്ലാം തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന പൂർണ്ണ ശമനം എന്ന് പറയുമ്പോൾ പിന്നെ ഒരു അടുത്തൊരു തണുപ്പ് കാലം വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടോ അസുഖം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആ രീതിയിൽ ഒരു ശമനം നൽകാൻ പലപ്പോഴും ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് മിക്ക അവസരങ്ങളിലും പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു കോസ്. ഈ സംപ്രേഷണത്തിലൂടെ എന്താണ് ഹോമിയോപ്പതിക്ക് ഈ അസുഖത്തിൽ ചെയ്യാൻ പറ്റുന്നതെന്നും സോറിയാസിസ് എന്താണെന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതിനായി സമയം കണ്ടെത്തി ഇവിടെ വന്ന മൻസൂർ സാറിനും ഗവൺമെന്റിനെ വയ്ക്കുന്നു. താങ്ക് യു.